ഒഴിവായിട്ടില്ല. കർക്കിട പ്രശ്നമാണ്. 12 വ്യാഴം, 6 ചന്ദ്രനും 8 ചൊവ്വായും. ദുർഘട പ്രശ്നമാണ്. പ്രശ്നവിദ്യാൽ ബുദ്ധിഭ്രമം, സന്താന ദുരിതം, ബന്ധുവിരോധം ഇത്യാദി ഫലങ്ങൾ അനുഭവിക്കും. ദുർമൃതിയാണ് കാണുന്നത്. പരിഹാരം ഉണ്ടാവാണ്ട് വരുവോ? പരിഹാരമില്ലാത്ത എന്താ ഉള്ളേ? നോക്കിക്കളെ. എത്രയായി നാരായണ? 3 കഷ്ണം പുട്ടും 1 കടലയും ചായയും. 1.95. ഒരു കോളൊത്ത പോലെ ഉണ്ടല്ലോ. എവിടെയായിരുന്നു? അരത്തേമ്പള്ളിയില്. ബാലമാഷക്ക് സുഖമില്ല. എന്തേ? പാരമ്പര്യമായിട്ടുള്ളത് തന്നെയാ. കുമാരേട്ടാ, അറിഞ്ഞോ? എന്തേ? നമ്മുടെ ബാലഗോപാലൻ മാഷ് ഇളകിന്ന്. കുട്ടേട്ടാ അറിഞ്ഞാ? ഞാൻ പറയുമ്പോ എല്ലാവർക്കും പുച്ഛ. ഇപ്പൊ കണ്ടില്ലേ? എന്ത് കണ്ടു എന്നാ പറയണത്? ഒരു സ്വപ്നം കണ്ടതിനാ? ഈ ലോകത്താരും സ്വപ്നം കാണാറില്ലേ? സ്വപ്നം എല്ലാരും കാണാറുണ്ട്, പക്ഷെ ഇതല്ല. എന്റെ വല്യമാമ കളകിയ ഒരു സ്വപ്നത്തിൽ നിന്നാ. ശ്രീധരനും അതെ. അന്നാരും ശ്രദ്ധിച്ചില്ല. വെറും സ്വപ്നല്ലേ. ബാലനാ ഗതികേട് ഉണ്ടാവരുത്. പരിഹാരം എന്താ ചെയ്യണം? പൂജയും തുള്ളലും ആയിരിക്കും. ഇനി അതവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, എന്റെ ബാലൻ ഭ്രാന്ത് പിടിച്ച് നശിച്ചോട്ടെ എന്ന് അല്ലേ? അത് നടത്താത്തതിന്റെ പേരിൽ ബാലേട്ടൻ ഭ്രാന്തനായി പോയാൽ ഓട്ടെ. ആ കുട്ടി പോയോ? പോയി. അവൻ വല്ലതും കഴിച്ചോ? ഒന്നും വേണ്ട, കാപ്പി മാത്രം മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവനത് കുടിക്കാൻ നിന്നില്ലാലോ. ഒച്ചയും ബഹളേ ഉള്ളൂ. പാവാ. അവൻ ഇന്റർവ്യൂവിന് പോയ കാര്യമല്ലോ പറഞ്ഞോ നിന്നോട്? നന്നായിരുന്നു അത്രേ. ചിലപ്പോ കിട്ടുന്നാ പറഞ്ഞത്. ആ, രക്ഷപ്പെട്ടാ മതിയാർന്നു. ഇവിടെ എല്ലാവർക്കും ഒരു കുട്ടിക്കളിയാ. ആരോടാ കളിക്കണേന്ന് അറിയില്ല. പരിഷ്കാരം മൂത്ത് കാവില് അടിച്ചെളിയില്ല, വിളക്കില്ല. കൊല്ലം ഒരു കളമ്പാട്ടും മുടിയേറ്റും നടത്തും. അതും ഒരു കടക്ക്. ഗംഗാരനുള്ളോണ്ടാവും നടക്കണു. ഇല്ലെങ്കിലോ ദേവി, എന്റെ കുഞ്ഞിന്റെ മൂക്ക് പോലും വേർപ്പിക്കല്ലേ. നീ വിഷമിക്കണ്ട മോളെ. ഈശ്വരൻ നിന്നോട് ഒരു കടുകയും ചെയ്യില്ല. അവനൊന്നും വരത്തില്ല ദേവി. എങ്കിലും മോളൊന്ന് ശ്രദ്ധിച്ചോളണം. ശ്രീധരന്റെ കൊല കഴിഞ്ഞ പണിക്കര് പറഞ്ഞതൊക്കെ ചെയ്യിക്കണം. 41 ദിവസം ചോറ്റാനിക്കര കുളിച്ചു തൊഴുത് ഭജന വരുത്തണം. കൊടുങ്ങല്ലൂർക്ക് ഒരാൾ രൂപം. എല്ലാം ചെയ്യണം. ബാല, സഞ്ചയനം കഴിഞ്ഞില്ലേ? ഇനി ആ ദീക്ഷ ഒന്നെടുക്ക്. നാളെ സ്കൂളിൽ പോകുമ്പോ എടുക്കാം. കഞ്ഞി എടുത്തു വയ്ക്കട്ടെ? ആ, ഇത് കഴിയട്ടെ. വിശപ്പില്ല. വിശപ്പുണ്ടാവില്ല. ശ്രീധരൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ, അല്ല, ആരാത്? വാ. പിന്നെന്താ ഈ വഴിക്കൊക്കെ? ശ്രീധരൻ നായരുടെ ശവദാഹത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് വേഗം കിട്ടിയില്ലേ? ആ, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. അല്ല, സംശയം വല്ലതും? എന്ത്? അപകടമരണമായിരുന്നല്ലോ അത്. തനിയെ പറ്റിയതാണോ അതോ ആരെങ്കിലും പറ്റിച്ചതാണോ? അല്ല, ഞാൻ ചുമ്മാ ഒന്ന് സംശയിച്ചതാണേ, കാര്യമില്ല. എന്നാലും ഞാൻ വന്നത് അത് മറന്നു. വിശേഷിച്ച് ബാലന് ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്ന് വെച്ച് അങ്ങനൊന്നുമില്ല.
വേണ്ടാത്ത സ്വപ്നമൊക്കെ കാണുന്നു. പിന്നെ പൊതുവെ ഒരു മാറ്റം. കർത്താവേ, അപ്പൊ ദേവിയുടെ ശാപം പാരമ്പര്യം എന്നൊക്കെ പറയണത് ശരി തന്നെയാണോ നായരെ? ആ ദോഷമൊക്കെ തീർന്നു എന്നാ കരുതിയിരുന്നേ. ഇപ്പൊ പ്രശ്നം വെച്ചപ്പോ മുഴുവൻ അങ്ങോട്ട് ഒഴിവായിട്ടില്ലെന്നാ കാണണേ. അങ്ങനെയാണെങ്കിൽ വല്ല ഭ്രാന്താസ്പത്രിയിലും ഒന്ന് കാണിക്കായിരുന്നില്ലേ? ചികിത്സിച്ചാ മാറും. പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല. പരിഹാരമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വരുമ്പോ അവനെ ഒന്ന് ശ്രദ്ധിച്ചോളണം. മാഷോടാകുമ്പോ ഞങ്ങൾക്കിത് പറയാലോ. പിന്നെന്താ, ഉപദ്രവമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. അതെ, ഇവിടെ ബാലൻ മാഷിന്റെ അമ്മാവനാ. മാഷിന്റെ തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രീധരനായരുടെ കാര്യം. കാപ്പി വേണം. വേണ്ട, ഞാൻ ഇറങ്ങാണ്. പിന്നെ മാഷ് ഇത് അധികം ആരോടും പറയണ്ട, രഹസ്യമായിട്ടിരുന്നാ മതി. അതത്രേ ഉള്ളൂ. ബാലൻ നമ്മുടെ സ്വന്തം ആളാ, വിഷമിക്കണ്ട. പുറമെ ആരും അറിയില്ല. അറിയിക്കാൻ പാടില്ലല്ലോ. എന്നാ വരട്ടെ. ഓ, അങ്ങനെ എന്റെ മണിക്കുട്ടി പഠിച്ച് പഠിച്ച് വലിയൊരു ആരാവണം, വലിയ ഡോക്ടർ ആവണം. ഹരിക്കുട്ടനെ നമുക്ക് ആരാക്കണം? അവൻ വക്കീലായ മതി. എന്നിട്ട് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് 2 ബോർഡ്, അത് അച്ഛൻ എഴുതിക്കോളാം. ഡോക്ടർ അനിത എം ബാലഗോപാൽ, BSc MBBS, അഡ്വക്കേറ്റ് ഹരിദാസ് എം ബാലഗോപാൽ, BA LLB. വൈകുന്നേരം ആവുമ്പോ കാശ് എത്രയാ വരിക? വലിയൊരു പെട്ടി ഉണ്ടാക്കി നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കണം. എന്നിട്ട് ചെറിയച്ഛൻ കാശ് ചോദിക്കുമ്പോ ഒരു കെട്ട് പിടിച്ചോ. ഇതെന്റെ അമ്മയ്ക്ക് 1/2 കിലോന്റെ ഒരു സ്വർണ്ണമാല. അച്ഛനൊന്നും വേണ്ട. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. പിന്നെ സുഖല്ലേ നിനക്ക്? എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ നിനക്കെന്താ ഒരു ചൊടിയില്ലാത്തെ? എന്നും എന്തെല്ലാം കാര്യങ്ങളാ നീ ചോദിക്കണേ? ഇന്ന് എന്ത് പറ്റി എല്ലാത്തിനും? അമ്മയും മക്കളും ഒക്കാതെ വാ. പറയണത് രസിക്കണില്ലെങ്കിൽ അച്ഛനൊന്നും മിണ്ടണില്ല. വാ. മോള് പോയിക്കോ. എന്താ മത്തയച്ച, ഗാന്ധിജിക്ക് വല്ലതും പറ്റിയോ? പോവായോ? തിരി ധൃതിയുണ്ട്. ഞാനാ നാരായണൻ. ഇതെന്താ നാരായണ ചില പുത്തൻ രീതികളൊക്കെ? നാരായണനെ കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ? എന്റെ പൊന്ന് നാരായണ, അക്ഷരം വായിക്കാൻ മാത്രം മതി കണ്ണട, അല്ലാതെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാന് ചായ ഒന്നാവാം. ആയിക്കോട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലേ നാരായണ? ഓർമ്മയൊക്കെയുണ്ട്, ആളുകളെ തിരിച്ചറിയുന്നുമുണ്ട്. മൂത്തിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നാരായണ സമയായിട്ടോ. എന്താ ഇറങ്ങിയേ? അല്ല, എന്താ രാവിലെ ഇറങ്ങിയെന്നേ? സ്കൂളിലേക്ക് ലീവ് കഴിഞ്ഞല്ലോ. സ്കൂളിലേക്ക് പോവാറായോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു അല്ലേ? അതെ, ശ്രീധരമാമയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാനെന്തിനാ വെറുതെ വീട്ടിൽ കുത്തിരിക്കണേ? അതല്ല, മനസ്സിനിപ്പോ സമാധാനാണ് ആവശ്യം. എനിക്കൊരു മനസ്സമാധാനക്കേടുമില്ല. പറഞ്ഞു പറഞ്ഞതിന്റെ ധ്വനി മനസ്സിലാവുണ്ട്. ഇതിലെന്തിനാ ചുണ്ണാമ്പ് തേച്ചേ? അല്ല, പാകത്തിന്. എന്റെ ഭാഗം എനിക്കറിയില്ലേ? നിങ്ങൾ കളിയാക്കാം മനുഷ്യനെ. വരൂ, ഇരിക്കൂ. ഇത് ലേറ്റായി. അത് സാരില്ല. ബാലൻ ഇപ്പൊ വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതൊരു കുഴപ്പമില്ല. അതെന്താ? അല്ല, അതൊരു പ്രശ്നമാക്കണ്ട. സ്കൂളിൽ തോന്നിയ പോലെ വരിക എന്നൊരു പ്രശ്നമല്ലേ? അല്ല, ബാലന്റെ കാര്യത്തിലൊരു വിട്ടുവീഴ്ച. ബാലനോടുള്ള പ്രത്യേക താല്പര്യം എന്ന് തന്നെ വെച്ചോളൂ. എന്നോട് അങ്ങനെ പ്രത്യേക വരികയൊന്നും കാണിക്കണ്ട കേട്ടോ.
അല്ല ദാ ഇവിടെ തുപ്പിക്കോളൂ. ഗുഡ് മോർണിംഗ്. ഇടാം. ഒരു കൈക്കുമ്പിൾ നിറയെ വസന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡ്രോയിങ് ക്ലാസ്സിൽ എന്താ പൂക്കളെന്നാവും സംശയം അല്ലേ? പറയാം. നിറങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാനാണ് ഈ വിദ്യ. ശോഭ വരൂ. കുട്ടി തന്നെ. ആ വരൂ. എന്താ മാഷേ? ഏയ് ഒന്നുമില്ല, മാഷ് ക്ലാസ് എടുത്തോളൂ. വരൂ. ഇവിടെ ഇത്രയും പൂക്കളുണ്ട്. ഈ പൂക്കളിൽ ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കാൻ പറഞ്ഞാൽ ശോഭ ഏത് പൂ എടുക്കും? മാഷേ, മാഷ് എന്താ മാഷേ ഇത്? എടുത്തോളൂ. ഇല്ല, ഞാൻ എടുക്കുന്നില്ല. കുറെ നേരമായാലോ മാഷ് വാച്ച് ചെയ്യണു. എന്താ തകരാറ്? പറയ്. ഒന്നുമില്ലെന്നേ. അതല്ല, എന്തോ ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നത് ശരിയാവില്ലേ? അതല്ല, ഞാൻ വെറുതെ നേരം കളയുന്നു എന്ന് മാഷക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്നേ. പിന്നെ എന്താ കാര്യം? ഞാൻ എടുക്കുന്നത് ശരിയാവണില്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് പറയും. ഞാൻ അതുപോലെ എടുക്കാം. അല്ലാതെ എന്റെ ക്ലാസ്സിന് ചുറ്റും ഇങ്ങനെ പാത്തും പതുങ്ങി നടക്കുന്നുണ്ടല്ലോ, എനിക്കിഷ്ടമല്ല. അതാരായാലും ഞാൻ സമ്മതിക്കില്ല. മാഷ് എന്നെ ക്ലാസ് എടുക്കും. പറയൂ കുട്ടി, കുട്ടിക്ക് ഏത് പോവാ ഇഷ്ടം? അയ്യേ, കരയാ. പറയ്, മോൾക്ക് ഏത് പോവാ ഇഷ്ടം? ചെമ്പരത്തി പൂവുണ്ട്, കിളിഞ്ഞിപ്പൂവുണ്ട്, അരളിപ്പൂവുണ്ട്. പറയ്. പേടിച്ചു പോയോ? മാഷ് പേടിയാണോ? എന്തിന്? എല്ലാരും പറയാ മാഷക്ക് ഭ്രാന്താണെന്ന്. ആരാ? ഞാനാ ബാലേട്ടാ, ഗോപി. ബാലേട്ടൻ എന്തിനാ ഇവിടെ വന്ന് കിടന്നത്? ഗോപി, എനിക്ക് ഭ്രാന്തുണ്ടോ? ബാലേട്ടനൊന്നുമില്ല. എല്ലാരും എന്നോട് അങ്ങനെ പെരുമാറുന്നേ. സ്കൂളില് എന്റെ കുട്ടികൾ എന്നെ... ബാലേട്ടൻ ഇങ്ങനെ നെർവസ് ആയാലോ? ചതിക്കുഴി കുത്തി കാത്തിരിക്കുക എല്ലാരും, ആരാ വീഴുന്നെന്നറിയാൻ. ഇല്ല, അടുത്ത ഇരയായിട്ട് എന്റെ ബാലേട്ടനെ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല.